ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നത് എനിക്ക് ദുബായിലെത്തിയിട്ട് ഉണ്ടായ ഒരു ചെറിയൊരു ബാഡ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യാനാണ്. ആൻഡ് ഇത് സംഭവിക്കുന്നത് എൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ്. ഓഫീസിലല്ല, ആ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ്. ഞങ്ങളുടെ പ്രെയർ റൂം ആക്ച്വലി ഡിഫറെൻറ്റ് ഫ്ലോറിലാണ്. ആൻഡ് ഞാൻ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഫസ്റ്റ് ലിഫ്റ്റ് കയറാൻ നിൽക്കിയിരുന്നു. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്നോട് ജസ്റ്റ് ചിരിച്ച്. അത്യാവശ്യം ഒരു 40-45 വയസ്സ് പ്രായമുള്ള ഒരാള്. അപ്പൊ എന്റെ അടുത്ത് ചിരിച്ചപ്പോ ഞാൻ നോർമലി തിരിച്ചു ചിരിച്ചു. ഞാൻ ചിരിച്ചപ്പോ ഞാൻ വിചാരിച്ചെന്താ മേ ബി എന്റെ ഓഫീസിൽ ആരെങ്കിലും ആയിരിക്കും. കാരണം ഞാൻ പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാരും പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ എന്നോട് എന്തോന്നും കൂടെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എന്നുള്ള രീതിക്ക് തന്നെ നിന്ന്. അപ്പൊ വീണ്ടും അവരിങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ലാസ്റ്റ് ചോദിച്ചു എന്റെ കമ്പനീന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ് അല്ല, ഞാന് ഒരു കമ്പനി നെയിം പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി അവരെന്റെ കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നത്. വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേഗം കേരള, ഒരു കാശ്മീർ എന്നാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു കേരള ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മൂപ്പരുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ലിഫ്റ്റില് തിരിച്ചു പോകാൻ നിൽക്കാം. അപ്പം ലിഫ്റ്റ് വരികയും ചെയ്തു. എനിക്കും പോകണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇവരെന്റെ അടുത്ത് സംസാരിച്ച് നിന്നുകൊണ്ട് എനിക്ക് പോകാനും പറ്റുന്നില്ല. അവരും പറഞ്ഞ് ആ ഫ്രണ്ടിനോട് പറഞ്ഞ് ഒന്ന് നീ പൊക്കോ, ഞാൻ വന്നോളാം എന്ന രീതിക്ക്. ഇൻട്രോവേർട്ടായ ഞാൻ അപ്പം ഇങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് അയാൾ എന്നോട് ചോദിച്ചു ഇവിടെ ഫാമിലി ആയിട്ടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ലിഫ്റ്റ് വന്നപ്പോഴത്തേക്ക് വേഗം പോവാന്ന് ചോദിച്ചാൽ നിൽക്കുമ്പോൾ അയാൾ ചോദിച്ചു കോണ്ടാക്ട് നമ്പർ കിട്ടുമെന്ന് ചോദിച്ചാൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇത് എന്തിനാ ഒരു പക്ക സ്ട്രേഞ്ചർ എന്തിനാ വന്ന് ഈ നമ്പറൊക്കെ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ ഒറ്റടിക്ക് വായിൽ നോ എന്നുള്ളൊരു വാക്ക് വരുന്നില്ല. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാനത് പഠിച്ചു വരുന്നുള്ളൂ. ഞാന് പറഞ്ഞു കമ്പനി സിം ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ലിഫ്റ്റിലേക്ക് പോയി. ഈ ലിഫ്റ്റിൽ നിന്ന് വേറെ ലിഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാനുണ്ട്. ആ ഒരു ഫ്ലോറിൽ ഇറങ്ങി ഞാൻ സ്വിച്ച് ചെയ്യാൻ പോകുമ്പോ ഞാൻ കാണാണ് ഇവരും നേരെ മേലോട്ട് തന്നെ വന്നത്. അപ്പൊ കണ്ടപ്പോ എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായി, കാരണം അവള് താഴേക്ക് നിൽക്കിയതായിരുന്നു. ആൻഡ് ഇപ്പൊ മുകളിലോട്ടാ വന്നത്. ആ ടൈമിലാണ് ഭാഗ്യത്തിന് എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2-3 മലയാളീസ് ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ നോർമലായിട്ട് തന്നെ സംസാരിച്ചു. അവരോട് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ കൂടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് തിരിച്ച് എന്റെ കൂടെ ഓഫീസിലേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സമാധാനമായി, കാരണം കൂടെ ഒരാളുണ്ടല്ലോ. ഞങ്ങൾ കയറി അതേ ലിഫ്റ്റില് മറ്റേ ആളും കയറി, ആ കാശ്മീർ എന്നുള്ള ആള്. ഭാഗ്യത്തിന് ഇതുവരെ പിന്നീട് അതിന് ശേഷം ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ഇങ്ങനെ നമ്പറൊക്കെ ചോദിച്ചു വരികയാണെങ്കിൽ എന്നെപ്പോലെ പൊട്ടത്തിയായിട്ട് ആരും ഇപ്പൊ കമ്പനി സിമ്മില്ല അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് എന്തിനാ നമ്പർ എന്തിനാ, അല്ലെങ്കിൽ തരാൻ സൗകര്യമില്ല എന്നോട് പറഞ്ഞാൽ മതി. ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഫ്ലേർട്ട് ചെയ്യാൻ വരികയാണ്, അതും 45 വയസ്സ്. എനിക്കത് മനസ്സിലായത് 40-45 വയസ്സ് പ്രായമുള്ള ഒരാള്. അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ. നോ പറയേണ്ട അടുത്ത് നോ പറയാ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.